പൂത്തുറയ്ക്കൽ മുളയത്ത് വാര്യത്തെ കർക്കിടക സംക്രാന്തിയുടെ കാഴ്ചകളാണ് ഇന്ന് പത്മ ഹെറിറ്റേജിൽ. മഴ തിമിർത്തു പെയ്യുന്ന കർക്കിടകം. പ്രകൃതിയിലെങ്ങും പച്ചപ്പ്. പുതുമഴയിൽ ദശപുഷ്പങ്ങൾ നാമ്പിടുന്നു. തൊടിയിലും വയലിലും ഔഷധ സസ്യങ്ങളായ ദശപുഷ്പങ്ങൾ ദേവതാസ്ഥാനങ്ങളോടെ ശ്രീഭഗവതിക്ക് വയ്ക്കുവാൻ അകത്തേക്ക് കയറുകയാണ്. കറുക, ചെറുള, വിഷ്ണുക്രാന്തി, പൂവാങ്കുറുനില, മുയൽ ചെവിയൻ, തിരുതാളി, മുക്കുറ്റി, നിലപ്പന, ഉഴിഞ്ഞ, കയ്യോന്നി എന്നിവയാണ് ദശപുഷ്പങ്ങൾ. തൃശൂർ ജില്ലയിലെ പെരുവനം ഗ്രാമത്തിലെ പൂത്തുറയ്ക്കൽ പ്രദേശത്തെ മുളയത്ത് വാര്യത്ത് ദശപുഷ്പങ്ങൾ ഒരുക്കൽ നടക്കുന്നു. മുളയത്ത് ക്ഷേത്രത്തിന്റെ കഴകക്കാരാണ് മുളയത്ത് വാര്യക്കാർ. കർക്കിടക സംക്രാന്തിക്ക് വീട് വൃത്തിയാക്കി ചേട്ടാ ഭഗവതിയെ പുറത്തു കളയലാണ് ആദ്യം ചെയ്യുന്നത്. അടിച്ചുവാരിയത്, പഴയ തുണി, കുറ്റിച്ചൂൽ, തൊടിയിലെ കളകൾ, കല്ലുപ്പ്, പുളി, ഉപ്പുമാങ്ങ എന്നിവയെല്ലാം ചേർന്ന് ഒരു പൊട്ടിയ കലത്തിലോ കേടായ മുറത്തിലോ ശേഖരിക്കുന്നു. വീട്ടിലെ ഒരു അംഗം ഇതുമായി പുറത്തു പോകുമ്പോൾ ചേട്ടെ പോ എന്നും ശ്രീഭഗവതി അകത്ത് എന്നും മറ്റുള്ളവർ 3 തവണ വിളിച്ചു പറയുന്നു. ശ്രീഭഗവതി അകത്ത്, ചേട്ടാ ഭഗവതി പുറത്ത്, ശ്രീഭഗവതി അകത്ത്, പാപ്പു പാപ്പു, ചേട്ടാ ഭഗവതി പുറത്ത്, ശ്രീഭഗവതി അകത്ത്, പാപ്പു പാപ്പു. വീടിന്റെ ഓരോ വാതിലും കൊട്ടിയടയ്ക്കുന്നു. തൊടിയുടെ ഏറ്റവും അറ്റത്താണ് ഇത് കൊണ്ടുപോയി കളയുന്നത്. ഇതിനുശേഷം കുളത്തിൽ മുങ്ങിക്കുളിച്ച് ശുദ്ധമായാണ് അകത്തേക്ക് കയറി വരുന്നത്. അറയിൽ നിലവിളക്ക് കൊളുത്തി ശ്രീഭഗവതിയെ അകത്തേക്ക് കയറ്റുകയാണ്. അഷ്ടമംഗല്യവും നിലവിളക്കും കിണ്ടിയിൽ വെള്ളവുമായി നാക്കിലയിൽ ദശപുഷ്പങ്ങൾ ഒരുക്കി വെച്ച് നിലവിളക്ക് കൊളുത്തുന്നു. പൂവട്ടയുമായി വന്ന് മുല്ലത്തറയിലെ ഭഗവതിക്കും പാമ്പിൻകാവിലേക്കും തിരിതെളിയിക്കുന്നു. പഞ്ഞമാസമായ കർക്കിടക മാസത്തിലെ ദുരിതങ്ങൾ ഒഴിഞ്ഞ് ഐശ്വര്യം വരുവാനുള്ള പ്രാർത്ഥനയോടെ ഓരോ കർക്കിടക സംക്രാന്തിയും വന്നുപോകുന്നു.